പുതിയൊരു ട്രെയിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതായത് രാമേശ്വരത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇത്രയും കാലം ബസ്സുകളെയും കണക്ഷൻ ട്രെയിനുകളെയൊക്കെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി 7:30 മണിക്ക് മംഗലാപുരത്ത് നിന്നും രാമേശ്വരത്തേക്ക് മംഗലാപുരം സെൻട്രൽ രാമേശ്വരം എക്സ്പ്രസ് വീക്ക്ലി എക്സ്പ്രസ് പുറപ്പെടുകയാണ്. അപ്പോൾ ഈ ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 6 സ്റ്റോപ്പുകളാണുള്ളത്. അതായത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരൂര്, ഷൊർണൂർ, പാലക്കാട് ജംഗ്ഷൻ എന്നിവ കഴിഞ്ഞ് പൊള്ളാച്ചി കഴിഞ്ഞ് പളനി കഴിഞ്ഞ് മധുര കഴിഞ്ഞ് രാമനാഥപുരം വഴി രാമേശ്വരത്തേക്ക് എത്തുന്ന ട്രെയിനാണ്. രാവിലെ 10:50 ഇത് രാമേശ്വരത്തേക്ക് എത്തുന്നത്. ഞാൻ വടകര സ്വദേശിയാണ്. വടകര ഇതിന് സ്റ്റോപ്പില്ല. കോഴിക്കോട് നിന്ന് 10:37 ഈ ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആകെ രാമേശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അമൃത എക്സ്പ്രസ് ആണ്. ആദ്യകാലങ്ങളിൽ മധുര വരെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ഒക്ടോബറിൽ രാമേശ്വരത്തേക്ക് നീട്ടി. ഉത്തര കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണ് നമുക്കൊരു ട്രെയിൻ കിട്ടിയത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പളനിക്കോ മധുരയ്ക്കോ രാമേശ്വരത്തേക്കോ പോകുന്ന യാത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ട്രെയിൻ ഉപയോഗപ്പെടുത്താം. 166-22 മംഗലാപുരം രാമേശ്വരം എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതായിരിക്കും. കോഴിക്കോട് നിന്നും രാമേശ്വരത്തേക്കുള്ള ടിക്കറ്റ് നിരക്ക് കൂടെ ഒന്ന് പറയാം. ജനറൽ ടിക്കറ്റ് 175 രൂപയാണ്. സ്ലീപ്പർ ടിക്കറ്റ് 320, തേർഡ് AC 870 സെക്കൻഡ് AC 1230, ഫസ്റ്റ് AC 2050 എന്നിങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. ലീവ് എടുക്കാതെ ചെറിയ ചെറിയ യാത്രകൾക്ക് പോകാൻ ഈ ട്രെയിൻ വളരെ ഉപകാരപ്രദമാണ്. ഏകദേശം ശനിയാഴ്ച നിങ്ങൾ യാത്ര പുറപ്പെട്ടാൽ തിങ്കളാഴ്ച ജോലിക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾക്ക് വീട്ടിൽ തിരിച്ചെത്താവുന്ന രീതിയിലാണ് ഈ ട്രെയിനിൻ്റെ സമയക്രമം. ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപത്തെ പാമ്പൻ ദ്വീപിൽ രാമേശ്വരം പട്ടണവുമായി ബന്ധപ്പെടുത്തുന്ന പാലമാണിത്. കഴിഞ്ഞ വർഷമാണ് പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. പാമ്പൻ പാലമൊക്കെ കടന്ന് നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ കൃത്യസമയത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ട്രെയിനിൻ്റെ ആദ്യ യാത്രയിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും ഇനി നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാമേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള ദൂരം 2.5 കിലോമീറ്ററിന് മുകളിലാണ്. അപ്പം ഞങ്ങൾ ആ സമയത്ത് പരിചയപ്പെട്ട ഒരു 3 പേരെ കൂടെ കൂട്ടി ഓട്ടോയിൽ 150 രൂപ ചാർജ് ചെയ്തിട്ടാണ് ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിയത്. 22 കിണറിലെ തീർത്ഥജലത്തിൽ കുളിച്ചിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്താനെന്നാണ്. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ഷേത്ര ദർശനത്തിന് പോയത്. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ദർശന സമയം. നമ്മൾ 12:30 മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് പോയി. അവിടെ ജനറൽ ക്യൂവും 100 രൂപയ്ക്കും 200 രൂപയ്ക്കും സ്പെഷ്യൽ ദർശനവും ഉണ്ട്. അപ്പം നമ്മൾ സമയക്കുറവ് മൂലം 200 രൂപയുടെ സ്പെഷ്യൽ ദർശന ക്യൂവിലാണ് കയറിയത്.